ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള യാത്രയല്ല. ചിലർ എല്ലായ്പ്പോഴും കൂട്ടത്തിനൊപ്പം നടക്കാൻ ഇഷ്ടപ്പെടും. അവരുടെ ചുറ്റും ആളുകളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആത്മവിശ്വാസമുണ്ടാകൂ. എന്നാൽ ചിലർ അങ്ങനെയല്ല. അവർക്കൊറ്റയ്ക്ക് നടക്കാൻ പേടിയില്ല. ചിലപ്പോൾ ജീവിതത്തിന്റെ വഴികളിൽ അവരൊറ്റയ്ക്കായിരിക്കും. പക്ഷേ അതുകൊണ്ടവർ ബലഹീനരാകുന്നില്ല. മറിച്ച് അവർ കൂടുതൽ ശക്തരാകുന്നു. സമൂഹത്തിൽ പലപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്നവരെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ടാകാറുണ്ട്. ചിലർ അവരെ അഹങ്കാരികളായി കരുതും. ചിലർ അവരെ ഒറ്റപ്പെട്ട ആളുകളായി കാണും. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പലപ്പോഴും തനിച്ചു നടക്കാൻ പഠിച്ച ആളുകൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധവും ശക്തമായ മനസ്സുമുണ്ടാകും. അവർക്കവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനേക്കാൾ അവരെന്തു ചെയ്യണം എന്നതിലാണ് അവരുടെ ശ്രദ്ധ. അതിനാൽ തന്നെ തനിച്ചു നടക്കാൻ പഠിച്ച ആളുകൾക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ടാകും. ആ ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തെ ശക്തമാക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള 10 പ്രധാന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി നോക്കുന്നത്. 1. ശക്തമായ ആത്മവിശ്വാസം. തനിച്ചു നടക്കാൻ പഠിച്ച ആളുകളുടെ ഏറ്റവും വലിയ ഗുണം അവരുടെ ആത്മവിശ്വാസമാണ്. അവർക്കവരുടെ കഴിവുകളിലും തീരുമാനങ്ങളിലും വിശ്വാസമുണ്ട്. പലർക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം വളരെ പ്രധാനമാണ്. എന്നാൽ തനിച്ചു നടക്കുന്നവർക്ക് അവരുടെ ഉള്ളിലെ ശബ്ദം കൂടുതൽ പ്രധാനമാണ്. അവരൊരു തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. തെറ്റ് സംഭവിച്ചാലും അത് സമ്മതിക്കാൻ അവർക്ക് ധൈര്യമുണ്ടാകും. ഈ ആത്മവിശ്വാസമാണ് അവരെ ജീവിതത്തിൽ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. പല വിജയികളായ ആളുകളുടെ ജീവിതം നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. അവരുടെ യാത്രയിൽ പല ഘട്ടങ്ങളിലും അവരൊറ്റയ്ക്കായിരുന്നു. എല്ലാവരും പിന്തുണച്ച സമയമല്ലാതെ. പക്ഷേ അവർക്കവരുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മുന്നോട്ടു പോയത്. 2. സ്വതന്ത്രമായ ചിന്താശക്തി. തനിച്ചു നടക്കാൻ പഠിച്ച ആളുകൾക്ക് സ്വതന്ത്രമായ ചിന്താശക്തി ഉണ്ടാകും. അവർ എല്ലായ്പ്പോഴും കൂട്ടത്തെ അനുകരിക്കാറില്ല. പലപ്പോഴും സമൂഹം പറയുന്നതാണ് ശരി എന്ന് പലരും കരുതും. എന്നാൽ ചിലർ അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകും. തനിച്ചു നടക്കുന്നവർ കാര്യങ്ങളെ അവരുടെ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കും. അവർക്കൊരു കാര്യം കേട്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ താൽപ്പര്യമുണ്ടാകും. ഇതാണ് അവരുടെ ചിന്തകളെ കൂടുതൽ ശക്തമാക്കുന്നത്. സ്വതന്ത്രമായ ചിന്താശക്തിയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ പുതിയ വഴികൾ കണ്ടെത്താൻ കഴിയും. അവർ പഴയ രീതികളെ മാത്രം പിന്തുടരുന്നില്ല. പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ഈ സ്വഭാവം പലപ്പോഴും വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കാറുണ്ട്. 3. ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ. കൂട്ടത്തിൽ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പല കാര്യങ്ങളിലായി ചിതറാം. ആളുകളുടെ അഭിപ്രായങ്ങൾ, അവരുടെ വിമർശനങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ ഇതെല്ലാം നമ്മെ ബാധിക്കും. എന്നാൽ തനിച്ചു നടക്കുന്നവർക്ക് ഈ സമ്മർദ്ദങ്ങൾ കുറവായിരിക്കും. അവർക്കവരുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നതവർക്ക് വ്യക്തമായിരിക്കും. അതിനാൽ അവർ അവരുടെ സമയവും ഊർജ്ജവും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉപയോഗിക്കും. പലപ്പോഴും വലിയ നേട്ടങ്ങൾ നേടുന്നവർക്ക് ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് പരിശ്രമിക്കേണ്ടിവരും. ആ സമയത്ത് കൂട്ടത്തിന്റെ ശ്രദ്ധയല്ല, ലക്ഷ്യത്തിലെ ശ്രദ്ധയാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. 4. മാനസിക ശക്തി. തനിച്ചു നടക്കാൻ പഠിച്ച ആളുകൾക്ക് സാധാരണയായി വലിയ മാനസിക ശക്തി ഉണ്ടാകും. കാരണം അവർ പല സാഹചര്യങ്ങളും സ്വയം നേരിട്ടിട്ടുണ്ടാകും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അവർക്കുടനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകണമെന്നില്ല. അതിനാൽ അവർ പ്രശ്നങ്ങളെ സ്വയം നേരിടാൻ പഠിക്കും. ഈ അനുഭവങ്ങൾ അവരുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കും. മറ്റുള്ളവരെക്കാൾ കൂടുതൽ സഹിഷ്ണുതയും ക്ഷമയും ഇവർക്കുണ്ടാകും. ജീവിതത്തിൽ ഏതു പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ കഴിയുന്ന മനസ്സുണ്ടാകുന്നത് വലിയൊരു ഗുണമാണ്. തനിച്ചു നടക്കുന്നവർക്ക് സാധാരണയായി ഈ ഗുണം ശക്തമായിരിക്കും. 5. സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്. തനിച്ചു സമയം ചിലവഴിക്കുന്ന ആളുകൾക്ക് സ്വന്തം ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാൻ കൂടുതൽ അവസരം ലഭിക്കും. കൂട്ടത്തിൽ എല്ലായ്പ്പോഴും തിരക്കായിരിക്കാൻ ഇടയില്ല. ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോൾ ആളുകൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു. ഇത് ആത്മപരിശോധനയ്ക്ക് സഹായിക്കുന്നു. ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? ഇനി എന്തു മാറ്റണം? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് സമയം ലഭിക്കും. ഈ സ്വഭാവം ജീവിതത്തിൽ വളരാൻ സഹായിക്കുന്നു. കാരണം സ്വയം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവരുടെ ദുർബലതകളും ശക്തികളും വ്യക്തമായി അറിയാം. 6. സ്വയം പര്യാപ്തത. തനിച്ചു നടക്കുന്നവർക്ക് മറ്റുള്ളവരെ അധികം ആശ്രയിക്കേണ്ടതില്ല. അവർക്ക് പല കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ കഴിയും. ചെറിയ പ്രശ്നങ്ങളിൽ പോലും മറ്റുള്ളവരുടെ സഹായം തേടേണ്ട സാഹചര്യം കുറവായിരിക്കും. ഇത് അവരുടെ ജീവിതത്തെ കൂടുതൽ സ്വതന്ത്രമാക്കുന്നു. അവർക്ക് ഏത് സാഹചര്യത്തിലും സ്വയം നിലനിൽക്കാൻ കഴിയും. ഈ സ്വയം പര്യാപ്തതയാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആരെങ്കിലും സഹായിക്കാനുണ്ടാകണമെന്നില്ല.
അത്തരത്തിൽ സ്വയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് വലിയൊരു ശക്തിയാണ്. 7. ശാന്തമായ മനോഭാവം. തനിച്ച് സമയം ചിലവഴിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പലപ്പോഴും കൂടുതൽ ശാന്തമായ മനസ്സുണ്ടാകും. അവർക്ക് അനാവശ്യമായ പ്രശ്നങ്ങളിലും തർക്കങ്ങളിലും ഇടപെടേണ്ട സാഹചര്യം കുറവായിരിക്കും. അവർക്കവരുടെ ചിന്തകളുമായി സമയം ചിലവഴിക്കാനാകുന്നു. ഇത് അവരുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. ഈ ശാന്തതയാണ് പല പ്രശ്നങ്ങളും ശരിയായ രീതിയിൽ കാണാൻ സഹായിക്കുന്നത്. ശാന്തമായ മനസ്സുള്ള ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ വ്യക്തതയുണ്ടാകും. അതുകൊണ്ട് അവരുടെ തീരുമാനങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. 8. പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം. തനിച്ചു നടക്കുന്നവർക്ക് പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം കൂടുതലായിരിക്കും. അവർക്കെല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അതിനാൽ പ്രശ്നങ്ങൾ വന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാതെ നേരിടാൻ അവർ ശ്രമിക്കും. ഈ ധൈര്യമാണ് ജീവിതത്തിൽ വളരെ പ്രധാനം. കാരണം പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നത് അവയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയെ നേരിടുമ്പോഴാണ് അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത്. 9. ആത്മപരിശോധനയുടെ ശീലം. തനിച്ചു സമയം ചിലവഴിക്കുന്ന ആളുകൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയം ലഭിക്കും. അവർക്കവരുടെ വിജയങ്ങളും പരാജയങ്ങളും വിലയിരുത്താൻ കഴിയും. ഇതാണ് ആത്മപരിശോധന. ആത്മപരിശോധന ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയും. അത് തിരുത്താൻ അവർ ശ്രമിക്കും. ഇതിലൂടെ അവർ കൂടുതൽ മികച്ച ആളുകളായി മാറുന്നു. 10. ശക്തമായ വ്യക്തിത്വം. ഈ എല്ലാ ഗുണങ്ങളും ചേർന്നാണ് തനിച്ചു നടക്കുന്നവരുടെ വ്യക്തിത്വം ശക്തമാകുന്നത്. അവർക്ക് ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും മുന്നോട്ടു പോകാനുള്ള മനസ്സുണ്ടാകും. തനിച്ചു നടക്കുന്നത് ഒറ്റപ്പെടലിന്റെ അടയാളമല്ല. പലപ്പോഴും അത് ആത്മവിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും അടയാളമാണ്. സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടുന്നത്. തനിച്ചു നടക്കാൻ കഴിയുന്ന ആളുകൾക്ക് ജീവിതം എളുപ്പമാകണമെന്നില്ല. പക്ഷേ അവർക്ക് ജീവിതത്തെ നേരിടാനുള്ള ശക്തി കൂടുതലായിരിക്കും. അവർക്ക് കൂട്ടം ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, എന്നാൽ ആവശ്യമില്ലാതെ പോലും അവർ മുന്നോട്ടു പോകാൻ കഴിയുന്നതുകൊണ്ടാണ് അവർ ശക്തരാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി എഴുതാനും മറക്കരുത്. കൂടാതെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.